അന്ന് കാനായിലെ കല്യാണ വീട്ടിൽ വെച്ച് കൽഭരണികളിൽ നിറഞ്ഞു തുളുമ്പിയ പച്ചവെള്ളം വീഞ്ഞാക്കി മാറ്റിയ യേശുനാഥൻ ആ കുടുംബത്തിൽ ആനന്ദത്തിൻ്റെ ലഹരി പകർന്നു നൽകി. ഇന്ന് ലോകത്തിൻ്റെ ലഹരി തേടി ജീവിത വ്യഗ്രതയോടെ അലയുന്ന വ്യക്തിജീവിതങ്ങളും കുടുംബങ്ങളും അവരുടെ ഹൃദയത്തിൽ സ്വർഗത്തിൻ്റെ ലഹരി നിറയ്ക്കാൻ ദൈവവചനം നിറഞ്ഞു തുളുമ്പി നിൽക്കുന്ന കൽഭരണികളായി ചില അമൂല്യ ജീവിതങ്ങൾ. ഒരിക്കൽ ലോകത്തിൻ്റെ ലഹരി പകർന്നു നൽകിയിരുന്ന അവരുടെ ജീവിതങ്ങൾ ഇന്ന് യേശുവിൻ്റെ വചനം വിളമ്പുന്ന കൽഭരണികളായി മാറിയിരിക്കുന്നു. ഇത് ശ്രീ ഔസേപ്പച്ചൻ പുതുമന. ദൈവസ്നേഹ തീക്ഷ്ണതയാൽ നിറഞ്ഞ് സുവിശേഷ പ്രഘോഷണവും പരസ്നേഹ പ്രവർത്തനങ്ങളും ജീവിതചര്യയാക്കി മാറ്റിയ ഒരു ക്രിസ്തു ശിഷ്യൻ. യൗവനത്തിലെ ജീവിത വ്യഗ്രതയും ധനമോഹവും അദ്ദേഹത്തെ നയിച്ചത് മദ്യവ്യവസായം എന്ന മഹാവിപത്തിലേക്കായിരുന്നു. ഒരു വശത്ത് ധനവും പ്രശസ്തിയും സ്വാധീനവും എല്ലാം ഉണ്ടായിരുന്നുവെങ്കിലും ജീവിതത്തിലെ ചില തകർച്ചകൾ അദ്ദേഹത്തെ ദൈവത്തിലേക്കടുപ്പിച്ചു. പിന്നീടങ്ങോട്ട് ദൈവം കാണിച്ചു കൊടുത്ത മാർഗത്തിലൂടെ ഉറച്ച കാൽവയ്പ്പുകളോടെ അദ്ദേഹം നടന്നു തുടങ്ങി. ആ യാത്രയുടെ അനുഭവങ്ങൾ, തൻ്റെ പഴയ ഓർമ്മകൾ എല്ലാം അദ്ദേഹം നമ്മോട് പങ്കുവയ്ക്കുന്നു. കാണുക, ഒരു കൽഭരണിയുടെ ആത്മകഥ, ഒരു മദ്യവ്യവസായിയുടെ മാനസാന്തര കഥ. എൻ്റെ സഹോദരങ്ങളാകട്ടെ പഠിച്ചു മിടുക്കരായവർ വളരെയധികം ഉന്നതിയിലേക്കും വളർച്ചയിലേക്കും നല്ല ജീവിത രീതിയിലേക്ക് കടന്നു വന്നു. ആ കാലത്ത് എനിക്ക് അവരോടൊക്കെ ചെറിയ അസൂയ തോന്നി തുടങ്ങി. കാരണം പഠിക്കേണ്ട കാലത്ത് പഠിച്ചുമില്ല, പഠിച്ച് മിടുക്കരായവരോട് അസൂയ തോന്നുക എന്നുള്ള ഒരു പ്രതിഭാസമായിരുന്നു അത്. അങ്ങനെ മദ്യവ്യവസായമായിട്ട് മുന്നോട്ട് പോകുന്ന കാലഘട്ടത്തിലാണ് എനിക്കത് തോന്നി, ചാരായ ഷാപ്പ് ബിസിനസ് മാത്രം പോരാ, വിദേശ മദ്യം കൂടെ വിൽക്കണം, ഒരു ബാർ ഹോട്ടൽ തുടങ്ങണം. ബാറിൻ്റെ ലൈസൻസിന് വേണ്ടി അപ്ലൈ ചെയ്ത സമയത്ത് അവിടെ ചില കുറുക്കുവഴികൾ തേടിയാണ് ഞാൻ ആ ലൈസൻസ് നേടിയെടുത്തത്. ഞാൻ പറഞ്ഞു, പിതാവേ, ഹോട്ടൽ ലോഡ്ജ് നടത്തിയാൽ മാത്രം മതിയാവില്ല, ഞാൻ വലിയ പണം ലോൺ എടുത്താണ് നടത്തുന്നത്, അതുകൊണ്ട് ബാർ വ്യവസായം, മദ്യവ്യവസായം നടത്താൻ എനിക്ക് സാധിച്ചെങ്കിൽ മാത്രമേ ഇത് മുന്നോട്ട് പോകൂ എന്ന് പറഞ്ഞപ്പോൾ ഈ പിതാവ് കണ്ണുകളടച്ച് ഒരു 2 മിനിറ്റ് കണ്ണുകളടച്ച് ആലോചിച്ചു. അല്ല, അവന് വേണ്ടി പ്രാർത്ഥിക്കണം, അവനെന്നൊരു ദൂർത്തപുത്രനാണ്, അവൻ പന്നിയെ മേയ്ക്കാൻ കാസർഗോഡ് പോയിരിക്കുക, അവൻ പന്നിക്കൂടിലാണ് കിടക്കുന്നത്, അവൻ ബാർ ഹോട്ടൽ നടത്തുക, മദ്യവ്യവസായം നടത്തുക, എത്രയായിരം മനുഷ്യയാണ് മദ്യം കൊടുത്ത് നശിപ്പിക്കുന്നത്, അവൻ്റെ മാനസാന്തരത്തിന് വേണ്ടി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ അമ്മച്ചി ആഹ്വാനം ചെയ്തു. അവരൊത്തൊരുമിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ ധ്യാനത്തിൻ്റെ ആദ്യ ദിവസം ഞാൻ കേൾക്കുന്ന ക്ലാസ് ദൈവം സ്നേഹമാണ് എന്നതായിരുന്നു. എൻ്റെ കഴിഞ്ഞകാല ജീവിതത്തിൽ
ഞാൻ ദൈവത്തെ അറിയാതെ, വചനമറിയാതെ, പാപത്തിലും മദ്യത്തിലും ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ പോലും ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ടായിരുന്നു എന്ന ചില ചിന്തകൾ എൻ്റെ ജീവിതത്തിലേക്ക് ദൈവം തന്നു. രാവിലെ 5 മണി സമയത്ത് ചാപ്പിൽ പോയി ക്രൂസിനായി യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കി പ്രാർത്ഥിക്കുക. കുരിശ് കിടന്നുകൊണ്ട് യേശു നിന്നോട് സംസാരിക്കും. ഞാൻ പറഞ്ഞു, അച്ഛാ വെല്ലുവിളി സ്വീകരിച്ചിരിക്കുന്നു. ഈശോ തമ്പുരാൻ എന്നോട് പറഞ്ഞ് ഞാൻ ബാർ ഹോട്ടൽ അടച്ചിരിക്കുക. ഞാൻ ധ്യാനിക്കാൻ പോയത് ഈ ലോകത്തിൻ്റെ 3 ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ്. പക്ഷേ അവിടെ ചെന്ന് ധ്യാനം കൂടി ദൈവത്തിൻ്റെ പരിശുദ്ധങ്ങളെ പ്രവർത്തിക്കാൻ തുടങ്ങി. 1, 2, 3, 4 ദിവസമായപ്പോൾ ഞാൻ എൻ്റെ പ്രാർത്ഥനയുടെ ഗതി മാറിപ്പോയി. പ്രിയപ്പെട്ടവരെ, 1990 മാർച്ച് 30 കാസർഗോഡ് ടൗണിലെ ഏക ബാറായ കാവേരി ബാറ് യേശു നാമത്തിൽ അടച്ചുപൂട്ടി. കഴിഞ്ഞ് 25 വർഷമായിട്ട് ഈ ബാർ അടഞ്ഞിടക്കുകയാണ്. അങ്ങനെ കേരളത്തിൽ ദൈവത്തിൻ്റെ വചനം കേട്ട് യേശുവിനുള്ള സ്നേഹത്തെ പ്രതി, സ്വർഗത്തെ പ്രതി ആദ്യമായി ബാറടയ്ക്കാൻ ഭാഗ്യം ലഭിച്ചൊരു വ്യക്തിയാണ് ഞാൻ. എൻ്റെ ബാറിലെ ഒരു സ്ഥിരം മദ്യപാനിയായിരുന്ന ഒരു സ്റ്റീഫൻ, ഒരു മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ, കൈക്കൂലി വാങ്ങുന്ന ഒരു വ്യക്തി, നല്ലവണ്ണം മദ്യപിക്കുന്ന വ്യക്തി, യേശുവില്ല ദൈവമില്ലാത്തൊരു നിരീശ്വരവാദി PK സ്റ്റീഫൻ. ഈ സ്റ്റീഫൻ എൻ്റെ വലിയ സുഹൃത്താണ്. എന്നോട് ചോദിച്ചു, ജോസഫൻ ചേട്ടാ എന്തിനാണ് ബാർ അടച്ചത്? ഞാൻ പറഞ്ഞു, സ്റ്റീഫാ, എനിക്ക് ആത്മാവിനെ പറ്റി ബോധ്യം കിട്ടി. സ്റ്റീഫൻ ചോദിക്കുക, ആത്മാവോ? അതെന്താ മാവാ? ഇതെന്താ ഈ പറയുന്നതെന്ന് ചോദിക്കുന്നു. വിശ്വാസി ഇല്ലാത്തവൻ, അവൻ ആത്മരക്ഷയെപ്പറ്റി ചിന്തയില്ല. എൻ്റെ പഴയ അവസ്ഥ. സ്റ്റീഫൻ്റെ ഭാര്യ ലവല് നല്ല പ്രാർത്ഥിക്കുന്ന പെൺകുട്ടിയാണ്. അവൾ കോളേജിൽ പഠിക്കുന്ന കാലത്ത് തന്നെ ജീസസ് യൂത്താണ്. അവൾ 3.5 വർഷം കല്യാണം കഴിഞ്ഞ് പ്രാർത്ഥിച്ചു. ആ വിവാഹശേഷി മകൻ്റെ മനസ്സാന്തരയോട് പ്രാർത്ഥിച്ചു. തൻ്റെ ജീവിതപങ്കാളി ദൈവമാണ് എനിക്ക് നൽകിയത്. കുറ്റപ്പെടുത്താതെ, കുത്തിപ്പറയാതെ, ദൈവകരങ്ങളിൽ തൻ്റെ പരാതികളെല്ലാം പറഞ്ഞ് ആ മകൾ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു. ഈ സ്റ്റീഫൻ എന്ന വ്യക്തി ഞാനും തർക്കമായി എന്തിനാണ് ബാർ അടച്ചത്? ഞാൻ പറഞ്ഞു, സ്റ്റീഫ, നീ ഡിവയിൽ പോയി ധ്യാനം കൂട്, ദൈവം നിന്നോട് സംസാരിക്കും. നിരീശ്വരവാദിയായ സ്റ്റീഫൻ എന്താണ് ഡിവയിൽ നടക്കുന്ന തട്ടിപ്പെന്നറിയാൻ 1991 ഡിവയിലേക്ക് പോയി. അങ്ങോട്ട് പോയ സ്റ്റീഫൻ മദ്യപിച്ചാൽ പോയതെങ്കിൽ തിരിച്ചു വന്ന് പുതിയൊരു വ്യക്തിയായിട്ടാണ്. യേശുവിലുള്ള വിശ്വാസമുണ്ട്, സ്വർഗത്തെ പറ്റി പ്രത്യാശ വന്നു. മദ്യപാനമില്ലാത്ത, കൈക്കൂലിയില്ലാത്ത, എല്ലാ ദിവസവും ബലിയിൽ പങ്കെടുക്കുന്ന ഒരു വിശുദ്ധ സ്റ്റീഫനായിട്ട് തിരിച്ചു വന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ സ്നേഹം അറിയുമ്പോൾ, ദൈവം കുരിശിൽ പിടഞ്ഞ് മരിച്ച് നേടിത്തുന്ന സ്വർഗത്തെക്കുറിച്ച് പ്രത്യാശ വരുമ്പോൾ, ഏതാണ് നേട്ടം, ഏതാണ് കോട്ടമെന്ന് തിരിച്ചറിവ് വരുമ്പോൾ, നിധിയിരിക്കുന്ന വയലിനെപ്പറ്റി തിരിച്ചറിവ് വരുമ്പോൾ, യഥാർത്ഥ നിധിയെ കണ്ടെത്തിയ സ്റ്റീഫൻ, സ്വർഗമാ നിധിയെപ്പറ്റി ബോധ്യം കിട്ടിയ സ്റ്റീഫൻ, നിരീശ്വരവാദിയായിരുന്ന സ്റ്റീഫൻ, അക്കാലം വരെ തനിക്ക് ലാഭമായിരുന്ന, നേട്ടമായിരുന്ന ഈ ലോകത്തിൻ്റെ നിധികൾ, ഈ ലോകത്തിൻ്റെ സന്തോഷങ്ങൾ, മദ്യത്തിൻ്റെ, കൈക്കൂലിയുടെ, ഈ ലൗകിക സുഖങ്ങളുടെ സന്തോഷങ്ങളെല്ലാം വെറുത്തുപേക്ഷിച്ചുകൊണ്ട് യഥാർത്ഥ നിധിയായ ദൈവത്തിൻ്റെ പുത്രനായ യേശുവിനെ സ്വന്തമാക്കാൻ തീരുമാനമെടുത്തു. അന്ന് മുതൽ ഇന്ന് വരെ കൈക്കൂലി വാങ്ങാതെ, മദ്യപിക്കാതെ, യേശുവിന് വേണ്ടി ജോലി ചെയ്തുകൊണ്ട് കേരളത്തിൽ വ്യാപരിക്കുന്നു. ഇപ്പോൾ അമേരിക്കയിൽ യേശുവിൻ്റെ ശുശ്രൂഷ ചെയ്യുകയാണ്. പ്രിയ സഹോദരാ സഹോദരി, എൻ്റെ ജീവിതത്തിൽ ഇതുപോലെ ഒരുപാട് മാനസാന്തരങ്ങളുടെ കഥ പറയാനുണ്ട്. 1996 എൻ്റെ ഓർമ്മ, ഡിവൈൻ ധ്യാനകേന്ദ്രത്തിൽ, ലോകത്തെ ഏറ്റവും വലിയ ധ്യാനകേന്ദ്രമായ 10,000 സ്വർഗത്തിന് വേണ്ടി നേടിയ ആ വിശുദ്ധ സ്ഥലത്തേക്ക് കടന്നു വരുന്നു. ഞാനന്ന് അവിടെ ശുശ്രൂഷ ചെയ്യുന്ന സമയമാണ്. അന്ന് അവിടെ ഒരു സിനിമാ നടി ധ്യാനിക്കാൻ വന്നിരുന്നു. ഈ സിനിമാ നടി ഇവിടെ ഉള്ള കാര്യം എനിക്കറിയില്ല. ഞാൻ മർക്കോസ് 9:42 വചനം പറയുക, ഈ ചെറിയവരിൽ ഒരുവന് പാപത്തിൻ്റെ പ്രേരണ നൽകുന്നവൻ ആരോ, അവന് കൂടുതൽ നല്ലത് കഴുത്തിൽ കല്ല് കെട്ടി കടലിച്ചാടുന്നതാണ്. ഈ ബോധ്യത്തോടെ മദ്യവ്യവസായം നിർത്തിയെന്നവിടെ പ്രസംഗിച്ചപ്പോൾ ആ പെൺകുട്ടിക്ക് കിട്ടിയ ബോധ്യം മറ്റൊന്നായിരുന്നു. തൻ്റെ തെറ്റായ വസ്ത്രധാരണത്തിലൂടെ, തെറ്റായ അഭിനയത്തിലൂടെ ഞാൻ എത്രയോ വ്യക്തികളെ ഞാൻ പാപത്തിലേക്ക് പ്രേരിപ്പിക്കുന്നു, നയിക്കുന്നു, ജഡികമായ പാപത്തിലേക്ക് നയിക്കുന്നു. ഈ ബോധ്യത്തോടെ അവളുടെ തെറ്റായ വരുമാന മാർഗ്ഗങ്ങൾ, സിനിമയിലെ മോശ അഭിനയങ്ങൾ, തെറ്റായ വസ്ത്രധാരണങ്ങളെല്ലാം നീക്കിവെച്ച് അവൾ എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്ന പ്രാർത്ഥിക്കുന്ന ഒരു മറിയമായി മാറി. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ പരിശുദ്ധമായ കടന്നു വരുമ്പോൾ, യേശുവിൻ്റെ സ്നേഹത്തെപ്പറ്റി ചിന്ത വരുമ്പോൾ, ഇവർ കന്നുകാലിയെപ്പോലെ കാളയെപ്പോലെ ചത്തുടങ്ങി തീരേണ്ടതല്ല എൻ്റെ ജീവിതമെന്ന് തിരിച്ചറിയുമ്പോൾ, എല്ലാവരിലും നമ്മളിൽ ഓരോരുത്തരുണ്ടാകുന്ന മാറ്റമാണ് വിശുദ്ധിക്ക് വേണ്ടിയുള്ള ദാഹം, സ്വർഗത്തിന് വേണ്ടിയുള്ള ദാഹം, മറ്റുള്ളവരെ സഹായിക്കണമെന്ന ദാഹം, എല്ലാവരെയും സ്നേഹിക്കണമെന്ന ദാഹം. വാശിയില്ല, വൈരാഗ്യമില്ല, വെറുപ്പില്ല, വിദ്വേഷമില്ല, ആസക്തിയില്ല. ഈശോയോട് ചേർന്ന് ഒരു ദൈവത്തിൻ്റെ മകനായി മകളായി ജീവിച്ച് ഒരു മഗ്ദലന മറിയത്തെ പോലെ, സമറിയക്കാരനെ പോലെ, ഒരു സഖേവുസിനെ പോലെ ആ തിരിച്ചുവരവാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഇന്ന് ഈ വചനം കേൾക്കുന്ന ലോകത്തെമ്പാടുമുള്ള സകലരും തീരുമാനമെടുക്കട്ടെ. എനിക്കിനി മദ്യത്തിൻ്റെ സുഖം വേണ്ട, പാപത്തിൻ്റെ സുഖം വേണ്ട, മറ്റ് ആസക്തിയുള്ള സുഖം വേണ്ട, കൈക്കൂലി വേണ്ട, കരിഞ്ചന്ത വേണ്ട, മറ്റ് തിന്മയുടെ വരുമാനം വേണ്ട. ഈ ബോധ്യത്തോടെ യേശുവിലേക്ക് തിരിയാൻ, ലോകം മുഴുവൻ യേശു അറിയാൻ, ദൈവവാഴ്ച ദൈവത്തിൻ്റെ പുത്രൻ യേശു കുരിശ് നേടിത്തന്ന സ്വർഗത്തിൻ്റെ സുവിശേഷം അറിയുവാൻ, യേശുവിൻ്റെ സൗജന്യ പാപക്ഷമ സ്വീകരിക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ നമ്മളെ ഓരോരുത്തരും സഹായിക്കട്ടെ. ഇതാണ് ദൈവം നമ്മൾ ഇന്ന് ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ.
എൻ്റെ പേര് പ്രിൻസ് അഗസ്റ്റിൻ. പ്രത്യാശാഭവൻ ലഹരി വിമോചന കേന്ദ്രം മദ്യത്തിനും മറ്റ് ലഹരികൾക്കും അടിമപ്പെട്ടവർക്ക് വേണ്ടി 2011 സെപ്റ്റംബർ മാസത്തിൽ സ്ഥാപിതമായി. പ്രത്യാശാഭവൻ്റെ തുടക്കത്തെക്കുറിച്ച് പറയുമ്പോൾ താഴെ ദിവ്യരക്ഷാലയം, നിരാലംബരായ മാനസിക രോഗികൾക്ക് വേണ്ടി 18 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ ഭവനത്തിൽ പ്രിയപ്പെട്ട ടോമിയുടെ ഒരു പ്രത്യേക വിളി വഴിയായിട്ട്, ദൈവത്തിൻ്റെ ഒരു അത്ഭുതകരമായ ഇടപെടൽ വഴിയായിട്ട് ആരംഭിച്ച ഒരു സ്ഥാപനമാണ്. ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളമുള്ള മാനസിക രോഗികളായ മക്കൾ ഇവിടെ കടന്നു വന്ന് കർത്താവിൻ്റെ സൗഖ്യത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. പ്രത്യാശാഭവൻ 2011 ആരംഭിച്ചതിന് ശേഷം 1000-ലധികം മദ്യത്തിനും മറ്റ് ലഹരിക്കും അടിമപ്പെട്ടവരിവിടെ സൗഖ്യത്തിനായിട്ട് കടന്നു വന്നു. കർത്താവ് കടന്നു വന്ന എല്ലാവരെയും സൗഖ്യപ്പെടുത്തി തിരിച്ചയച്ചു. പ്രത്യാശാഭവൻ മരുന്നുകളിൽ കൂടുതൽ പ്രാധാന്യം കൊടുക്കാതെ ആത്മീയമായിട്ടുള്ളൊരു വിശുദ്ധീകരണം വഴിയായിട്ട് മദ്യാസക്തരെയും മറ്റ് ലഹരിക്ക് അടിമപ്പെട്ടവരെയും സൗഖ്യത്തിലേക്ക് നയിക്കുന്ന ഒരു ജീവിത രീതിയാണ് ഇവിടെ പ്രാവർത്തികമാക്കിയിരിക്കുന്നത്. പ്രത്യാശാഭവനിൽ 21 ദിവസം താമസിച്ചിട്ടുള്ള ചികിത്സയാണ്. പ്രത്യേകിച്ച് ശാരീരികവും മാനസികവുമായ പ്രശ്നങ്ങളിൽ കൂടി കടന്നു പോകുന്ന ആളുകൾ ഹോസ്പിറ്റലിൽ നിന്നാണ് പലപ്പോഴും ഇവിടെ കടന്നു വരുന്നത്. പലപ്പോഴും പോലീസ് സ്റ്റേഷനിൽ നിന്നും കോടതിയിൽ നിന്നുമൊക്കെ ആളുകളെ ഇങ്ങോട്ട് പറഞ്ഞു വിടാറുണ്ട്. ഇവിടെ നടക്കുന്ന ഈ ഒരു സൗഖ്യ ശുശ്രൂഷയിൽ കൂടി വ്യക്തിയും കുടുംബവും കടന്നു പോകുമ്പോൾ അത്ഭുതകരമായ ഒരു സൗഖ്യം അനുഭവിക്കുന്നതായിട്ട് അവർ തന്നെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. 2012 പകുതിയോടുകൂടിയാണ് ഞാൻ ഔസം ചേട്ടനുമായിട്ട് പ്രത്യാശാഭവൻ്റെ ശുശ്രൂഷകളുടെ ആവശ്യത്തിന് വേണ്ടി ബന്ധപ്പെടുന്നത്. കാലഘട്ടങ്ങളിൽ ഔസം ചേട്ടനെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട്, എനിക്ക് നേരിട്ട് പരിചയമില്ലായിരുന്നു. കേരളത്തിൽ ആദ്യമായിട്ട് ബാറ് നിർത്തിയ ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് അദ്ദേഹത്തെ പരിചയപ്പെടുവാൻ വളരെ ആഗ്രഹമുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ്റെ മോൻ ജൂബിച്ചൻ എൻ്റെ വളരെ അടുത്തൊരു സുഹൃത്താണ്. അങ്ങനെ ജൂബിച്ചൻ വഴിയായിട്ടാണ് എനിക്ക് ഔസം ചേട്ടനുമായിട്ടുള്ള ബന്ധം കൂടുതൽ ആഴപ്പെട്ടത്. പിന്നീട് ഔസം ചേട്ടൻ ഇവിടെ വരുന്ന മദ്യാസക്തരായ ആളുകളെ അവരുടെ കുടുംബാംഗങ്ങളെയൊക്കെ കണ്ട് സംസാരിക്കുന്നതിനായിട്ട് മാസത്തിലൊന്നെങ്കിലും വരുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അനേകർക്ക് ഔസം ചേട്ടൻ്റെ ജീവിത സാക്ഷ്യം മുന്നോട്ടുള്ള യാത്രയിൽ ശക്തിയും ധൈര്യവും പകർന്നു നൽകിയിട്ടുണ്ട്. പ്രത്യാശാഭവനിലേക്ക് കടന്നു വരുന്ന ലഹരിക്ക് അടിമപ്പെട്ടവരുടെ ഒരവസ്ഥ എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഏറ്റവും ഭീകരമായ കുടുംബ സാഹചര്യങ്ങളിൽ നിന്നാണ് അവർ വരുന്നത്. അമിതമായ മദ്യപാനം മൂലം ബന്ധങ്ങൾ നഷ്ടപ്പെട്ട്, ആരോഗ്യം നഷ്ടപ്പെട്ട്, പലപ്പോഴും പോലീസ് കേസുകളും അതുപോലെ ഒത്തിരി മാനസിക സംഘർഷത്തിലാണ് പലരും കടന്നു വരുന്നത്. പലപ്പോഴും ഔസം ചേട്ടൻ്റെ ഇവിടുത്തെ ക്ലാസ്സുകൾ കലുഷിതമായ മാനസിക സാഹചര്യങ്ങളിൽ കൂടി കടന്നു പോകുന്ന വ്യക്തികൾക്ക് ഒത്തിരി സൗഖ്യം പകർന്നു നൽകുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് അദ്ദേഹം കടന്നുപോയ കഠിനമായ മാനസിക സംഘർഷങ്ങളും അതിൽ നിന്നും അദ്ദേഹം യേശുവിൻ്റെ സൗഖ്യം അനുഭവിക്കുന്നതും അത് മറ്റുള്ളവർക്ക് പകർന്നു നൽകുമ്പോൾ അദ്ദേഹത്തിന് ഉണ്ടാകുന്ന വലിയ ആശ്വാസവും അത് കേൾക്കുന്നവർക്കുണ്ടാകുന്ന വലിയ വിടുതലും ഒക്കെ പ്രത്യാശാഭവനിൽ കടന്നു വരുന്ന മദ്യാസക്തർക്ക് മുന്നോട്ടുള്ള യാത്രയിൽ ശക്തിയും ധൈര്യവും പകർന്നു നൽകുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ 20 വർഷമായിട്ട് പ്രിൻസ് ഈ ഫീൽഡിൽ എന്ന് പറഞ്ഞാൽ മദ്യം കഴിച്ച് നശിക്കുന്നവരുടെ ഇടയിൽ കാര്യമായിട്ട് പ്രവർത്തിക്കുകയാണ്. ആൽക്കഹോളിക് അനോണിമസിൻ്റെ ഫീൽഡിലും അത് കേരളത്തിന് വെളിയിലും ഇപ്പോൾ ഈ പ്രത്യാശാഭവൻ ഇതുവഴി ആയിരക്കണക്കിന് ആൾക്കാർ രക്ഷപ്പെടുന്നുണ്ട്. ഇത്രയും ആത്മാർത്ഥമായിട്ട്, ഇത്രയും പ്രാർത്ഥനാപൂർവ്വം, ഇത്രയും സഹിച്ച് ക്ഷമിച്ച് ഈ പ്രവർത്തനം നടക്കാനുണ്ടായ ചേതോപകാരം എന്താണ്? അത് പ്രേക്ഷകരോടൊന്ന് പറയാമോ? ഔസം ചേട്ടാ, ഞാൻ വളരെ ചെറുപ്പത്തിൽ തന്നെ ഈ അമിതമായ മദ്യപാനത്തോട് ഒരു താല്പര്യം വന്നു പോയ ഒരാളാണ്. ഞങ്ങളുടെ കുടുംബത്തിലെല്ലാവരും മദ്യപിക്കുന്നവരായിരുന്നു. ഞാൻ ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റി പഠിക്കുന്ന സമയത്ത് തന്നെ എനിക്ക് മദ്യത്തോട് ഭയങ്കര താല്പര്യമായിരുന്നു. അപ്പോൾ അങ്ങനെ വളരെ ചെറുപ്രായത്തിൽ തന്നെ ഇതിൻ്റെ ഭീകരമായ അവസ്ഥകൾ മനസ്സിലാക്കുവാനും ഒക്കെ സാധിച്ചു. പിന്നീട് എൻ്റെ കുടുംബത്തിൽ പലരും
മദ്യപാനാസക്തി എന്ന് പറയുന്ന ഈ മാരകമായ രോഗത്തിന് കീഴ്പ്പെട്ട് മരിച്ചു പോകുന്ന സാഹചര്യങ്ങളുണ്ട്. മരിച്ചു പോയിരിക്കുന്നു. തീർച്ചയായും. പിന്നീട് എൻ്റെ ഈ 1987 കാലഘട്ടങ്ങൾ മുതൽ ഞാൻ ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റിയിൽ അന്ന് എഞ്ചിനീയറിങ്ങിന് പഠിക്കുകയാണ്. ആ സമയത്ത് മദ്യപാനത്തിനും മറ്റ് ലഹരികൾ ഉപയോഗിക്കാനുമായിട്ടുള്ള ഭയങ്കരമായ സാഹചര്യങ്ങളായിരുന്നു. കാരണം ഞങ്ങൾ എൻ്റെ സീനിയേഴ്സായിട്ടുള്ള കൂട്ടുകാരുമൊത്ത് ഞാൻ വീടെടുത്ത് താമസിക്കുകയായിരുന്നു. പക്ഷേ അതിന് മുമ്പ് തന്നെ ഞാൻ ഈ ഒരു വലിയ ബോധ്യത്തിലേക്ക്, ഒരു ദൈവാനുഗ്രഹത്തിലേക്ക് വന്ന് ഞാൻ മദ്യപാനത്തോട് എനിക്ക് നോ പറയാനായിട്ട് സാധിച്ചു. അതല്ലായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നത് ഞാൻ എഞ്ചിനീയറിങ് പഠനത്തിൻ്റെ ഇടയിൽ തന്നെ അമിതമായിട്ട് മദ്യപിച്ച് ആക്സിഡൻറ്റിൽ പെട്ട് മരിക്കുകയൊക്കെ സംഭവിക്കാനുള്ള ചാൻസുകളുണ്ടായിരുന്നു. പിന്നീട് ഞാൻ കൽക്കട്ട യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാനായിട്ട് ചെന്ന ആ സമയത്താണ് എനിക്ക് കൂടുതലായിട്ട് ലഹരിക്ക് അടിമപ്പെട്ടവരെ സഹായിക്കണമെന്ന് വലിയൊരു ആഗ്രഹം എൻ്റെ ജീവിതത്തിലുണ്ട്. അങ്ങനെ ഞാൻ അവിടെ വെച്ച് ഒരു വ്യക്തിയെ പരിചയപ്പെട്ടു. അദ്ദേഹം മിസ്റ്റർ ജോൺ പത്തിക്കാടൻ, അദ്ദേഹത്തിൻ്റെ ഭാര്യ ജൂൺ. അവർ കൽക്കട്ട സിറ്റിയിൽ ആദ്യത്തെ ഡി അഡിക്ഷൻ സെൻറ്റർ അവരിൽ കൂടിയാണ് ദൈവത്തിൻ്റെ ആത്മാവ് ആരംഭിച്ചത് അവിടെ. അപ്പം അങ്ങനെ അവരെ പരിചയപ്പെടാനായിട്ട് സാധിച്ചാൽ എൻ്റെ ജീവിതത്തിൽ വലിയൊരു ഒരു വഴിത്തിരിവായിട്ട് മാറിയത്. പിന്നീട് ഞാൻ യൂണിവേഴ്സിറ്റിയിലെ പഠനങ്ങളൊക്കെ അവസാനിപ്പിച്ച് നാട്ടിൽ വരികയും എൻ്റെ സ്വന്തം ടൗണിൽ, തൊടുപുഴയിൽ ലഹരിക്ക് അടിമപ്പെട്ടവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് വലിയൊരു ആഗ്രഹം എന്നിൽ ഉണ്ടായി. അതിൻ്റെയൊക്കെ ഒരു ബാക്കി പത്രമായിരിക്കാം ഞാൻ ദിവ്യരക്ഷാലയമായിട്ട് എന്നെ ദൈവത്തിൻ്റെ ആത്മാവ് ബന്ധിപ്പിച്ചു. ജോഷിയും ടോമിയുമായിട്ടുള്ള ബന്ധമാണ് തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു ശുശ്രൂഷയിലേക്കൊക്കെ എന്നെ കൂടുതലായിട്ട് കൈപിടിച്ച് നടത്തിയത്. പിന്നീട് ഇവിടെ പ്രത്യാശഭവൻ എന്നൊരു ശുശ്രൂഷ ലഹരിക്ക് അടിമപ്പെട്ടവർക്ക് വേണ്ടി ആരംഭിച്ചു. അപ്പം തീർച്ചയായിട്ടും എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ച കാര്യങ്ങളും മറ്റ് വ്യക്തികളുടെ ജീവിതത്തിൽ ഉണ്ടായ ഭീകരമായ അവസ്ഥകളും ലഹരി മൂലം അവരനുഭവിച്ച ദുരന്തങ്ങളൊക്കെ ആയിരിക്കണം എന്നെ തീർച്ചയായിട്ടും. അതൊരു വിളിയാണല്ലോ, നമുക്കറിയാം. ഇതൊരു ദൈവത്തിൻ്റെ ഒരു വിളിയാണ്. ഒരു വിളിയില്ലാതെ ഒരാൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അവസം ചേട്ടാ, എനിക്ക് നമ്മൾ തമ്മിൽ പരിചയപ്പെടുന്നതിന് മുമ്പ് ഞാൻ അവസം ചേട്ടനെ പറ്റി കേട്ടിട്ടുണ്ട്. അവസം ചേട്ടൻ ലഹരിക്കെതിരെ പോരാടുന്ന ഒരാളാണെന്നും കേരളത്തിൽ ആദ്യമായിട്ട് ബാറടച്ച ഒരു ബാറ് മുതലാളിയാണെന്നും ഒക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നീട് എനിക്ക് അവസം ചേട്ടനെ പറ്റി കൂടുതലായിട്ട് അറിയാൻ വന്നത് ജൂബിജനുമായിട്ടുള്ള ബന്ധമാണ്. അവസം ചേട്ടൻ്റെ ജ്യേഷ്ഠൻ്റെ മോൻ എൻ്റെ ഒരു അടുത്ത സുഹൃത്തായി മാറി. അങ്ങനെ ഞങ്ങൾ ഒത്തിരി കാര്യങ്ങൾ പരസ്പരം പങ്കുവയ്ക്കുകയൊക്കെ ചെയ്തു. പക്ഷേ ശരിക്കും അവസം ചേട്ടനെ ഈ ബാറടയ്ക്കുവാനും ലഹരിക്കെതിരെ പോരാടുവാനുമൊക്കെ ആയിട്ട് ഉള്ള ഒരു ഉൾക്കരുത്ത്, അതിൻ്റെ ആ കഥയൊന്ന് പങ്കുവയ്ക്കാം. അതെന്താണ് ശരിക്കും സംഭവിച്ചത്? തീർച്ചയായിട്ടും പങ്കുവെക്കാം. ഇപ്പോൾ ഒരു മദ്യവ്യവസായി എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ ഉന്നതമായൊരു സ്ഥാനമുണ്ട്. അതിൻ്റെ ഇൻകം എന്ന് പറഞ്ഞാൽ ഒരു ബാർ നടത്തുന്ന വ്യക്തി, അത് ആ ബാറ് നല്ല സ്ഥാനത്താണെങ്കിൽ ഒരു വർഷത്തെ ലാഭം 3, 4, 5 കോടി രൂപയാണ്. ഇങ്ങനെ ലഭിക്കാമായിരുന്ന ഈ ബാറ് 25 വർഷമായിട്ട് എന്തുകൊണ്ട് അടച്ചു എന്ന ഈ ചോദ്യം ഒരുപാട് പേരുടെ മനസ്സിൽ കിടപ്പുണ്ട്. തന്നെയുമല്ല, ഈ ബാറിൻ്റെ ലൈസൻസിന് വേണ്ടി കോടിക്കണക്കിന് രൂപയായിട്ട് ആൾക്കാർ ഈ ലൈസൻസിന് വേണ്ടി എന്നെ സമീപിച്ചോളും അവരോട് ഞാൻ നോ പറഞ്ഞു വിട്ടു. എന്താണ് ഇത്രമാത്രം അങ്ങനെ കൊടുക്കാതിരിക്കാനുള്ള കാരണം? അവരല്ലേ ബാർ നടത്തുന്നത്, എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്നൊരു ചിന്തയൊക്കെ വന്നുകൂടെ? ഈ ചോദ്യം പലരോട് ചോദിക്കാറുള്ള നല്ല ചോദ്യമാണ്. എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ദൈവം തൻ്റെ മകനെ യേശുവിനെ ഈ ഭൂമിയിലേക്ക് അയച്ചത്, യേശു ബോധപൂർവ്വം കുരിശിൽ പിടഞ്ഞ് മരിച്ചത് എന്നെയും നിന്നെയും ഈ ലോകത്തുള്ള സകല മനുഷ്യനെയും ഒരു വിശുദ്ധനും വിശുദ്ധയുമാക്കാൻ. ഞാൻ എപ്പോഴും എൻ്റെ ക്ലാസ്സിൽ പറയാനുള്ള കാര്യമാണ്, അൽഫോൻസാമ്മ സ്വർഗത്തെ പോലെ അൽഫോൻസാമിക്കൊള്ളാം. ദൈവത്തെ മുഖാമുഖം കണ്ട് നേരെ സ്തുതിക്കാം. നമ്മൾ തീനരകത്തെ കിടന്നുവെച്ചാൽ അൽഫോൻസാമ്മ സ്വർഗത്തെ കൊണ്ടുവന്ന് യാതൊരു കാര്യമില്ല. അപ്പോൾ ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും വലിയ ശിക്ഷ പറഞ്ഞിരിക്കുന്നത് പാപം ചെയ്യിക്കുന്നതാണ്. പാപം ചെയ്യുന്നതിനേക്കാൾ വലിയ പാപമാണ് പാപത്തിന് പ്രേരണ നൽകുന്നത്. മർക്കോസ് 9:42. ഈ ചെറിയവരിൽ ഒരുവന് പാപത്തിന് പ്രേരണ നൽകുന്നവനാരോ അവന് കൂടുതൽ നല്ലത് കഴുത്തിൽ വലിയ കല്ല് കെട്ടി കടലിൽ ചാടുന്നതാണ് ബൈബിൾ പറയുന്നത്. ഈശോ അത് പറയുമ്പോൾ, ദൈവം പറയുമ്പോൾ ആ കൽപ്പനയെ ലംഘിച്ചുകൊണ്ട് മദ്യം കൊടുത്ത് പാപം ചെയ്ത് മരിച്ച് നരകത്തിലേക്ക് പോകാൻ എനിക്ക് തയ്യാറല്ല. ഞാൻ തയ്യാറല്ല. ആ അൽഫോൻസാമ്മയുടെ സ്ഥാനത്ത് എനിക്ക് എത്തണം. ഞാൻ പാപിയാണ്, എനിക്ക് കുറവുകളുണ്ട്. എങ്കിലും മദ്യം കൊടുത്ത് 10,000 നശിപ്പിച്ച ഞാൻ, അങ്ങനെ നശിച്ചു പോയ ആൾക്കാർ മരിച്ചുപോയവരുണ്ട്. അവരെവിടെയാണെന്ന് എനിക്കറിയില്ല. അതിന് പകരമായിട്ട് പ്രസോട് ചേർന്നും ഡിവൈനിലും അട്ടപ്പാടിയിലും ശാലോൻ ടെലിവിഷനിലൂടെയും ഒക്കെ ധാരാളം മക്കൾക്ക് പാപത്തിൽ നിന്ന്, മദ്യത്തിൽ നിന്ന്, കൈക്കൂലിയിൽ നിന്ന്, അഴിമതിയിൽ നിന്ന്, മ്ലേച്ഛ ജീവിതത്തിൽ നിന്ന്, തെറ്റായ ബന്ധങ്ങളിൽ നിന്നൊക്കെ പിന്തിരിയാൻ പ്രേരകമായ പരിശുദ്ധാത്മ നിറവ് ലഭിക്കാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും എൻ്റെ ജീവിതം അതിനുവേണ്ടി മാറ്റിവെക്കാനും ഈ സ്വർഗത്തിൻ്റെ പ്രത്യാശയാണ് എന്നെ ശക്തിപ്പെടുത്തിയത്. നമ്മൾ ബൈബിൾ വായിക്കുന്നുണ്ട്, മത്തായി 13:45. വില കൂടി രത്നം കണ്ടെത്തിയ രത്നവ്യാപാരി തനിക്കുള്ള വില കുറഞ്ഞ രത്നമെല്ലാം വിറ്റിട്ട് വില കൂടി രത്നം സ്വന്തമാക്കി. ഈ ലോകം വെച്ച് നീട്ടുന്ന മദ്യപാനത്തിൻ്റെ
പണത്തിൻ്റെ, സെക്സിൻ്റെയൊക്കെ ഒരുപാട് നിധികളോ അല്ലെങ്കിൽ രത്നങ്ങളോ എൻ്റെ കയ്യിലുള്ളവരാണ് നമ്മൾ. ഇത് ദൈവത്തെ, സ്വർഗത്തെ പറ്റിയുള്ള ബോധ്യം വരുമ്പോൾ ഇതെല്ലാം വില കുറഞ്ഞതായിട്ട് തോന്നാനും വിലയുള്ള യേശുവിനെ, യേശു ക്രിസ്തുവിൻ്റെ സ്വർഗത്തെ പ്രത്യാശ വെക്കാനും അങ്ങനെ ഒരു വിശുദ്ധ ജീവിതം നയിക്കാനും ദൈവത്തിന് വേണ്ടി ആത്മാക്കളെ നേടാനുമുള്ള ഒരു അനുഭവം, ഒരു ബോധ്യം, ഒരു അഭിഷേകം സ്വീകരിച്ചുകൊണ്ടാണ് ഈ കഴിഞ്ഞ 25 വർഷമായിട്ട് നിരന്തരം ഇത് പ്രവർത്തിക്കാൻ സാധിച്ചത്. ആ ദൈവകൃപയാൽ മാത്രമാണ്. ചേട്ടാ, ഇങ്ങനെ ചോദിച്ചു കഴിയുമ്പോൾ പലരുടെയും ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്, വളരെ ബോധ്യത്തോടു കൂടി ശുശ്രൂഷകൾ ആരംഭിച്ചു, കർത്താവിന് വേണ്ടി ജീവിതമൊക്കെ സമർപ്പിച്ചു. പക്ഷേ ഒരു പരിധി, ഒരു കുറേ സമയങ്ങളങ്ങ് കഴിയുമ്പോൾ പ്രലോഭനങ്ങളിൽപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങൾ, വീണ്ടും പഴയ അവസ്ഥയിലേക്ക് പോകുന്നവർ, അല്ലെങ്കിൽ ആത്മീയതയിൽ ഒരു മന്ദത ബാധിച്ച ആളുകൾ. അവസാനം ചേട്ടൻ അതുപോലെയുള്ള പരീക്ഷണ ഘട്ടങ്ങൾ കൂടിയൊക്കെ കടന്നുപോയിട്ടുണ്ടോ? എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൽ പരീക്ഷണങ്ങളുണ്ടാകാം. ഈശോയുടെ ജീവിതത്തിൽ പോലും സാത്താൻ പരീക്ഷിച്ചു. അതാ നമ്മുടെ ആദ്യത്തെ യേശു തിരഞ്ഞെടുത്ത 12 മെത്രാന്മാർ, 12 ശിഷ്യന്മാർ പത്രോസിനെ പോപ്പാക്കിയപ്പോൾ ഇതാ ബാക്കി അവർ കർദ്ദിനാൾമാരായി. അതിലൊരു കർദ്ദിനാളായ യൂദാസല്ലേ യേശുവിനെ ഒറ്റുകൊടുത്തത്. ഇത് ലോകത്ത് അന്നും ഇന്നും സംഭവിച്ചുകൊണ്ടിരിക്കുക. അത് സംഭവിക്കാതിരിക്കണമെങ്കിൽ നമ്മൾ ഈശോയോട് ചേർന്ന് ജീവിക്കണം, വിശുദ്ധ കുർബാനയോട് ചേർന്ന് ജീവിക്കണം, പരിശുദ്ധമ്മയുടെ മധ്യസ്ഥത ജീവിക്കണം. ഒരു വിശുദ്ധ ജീവിതം നയിച്ചാൽ മാത്രമേ ഈശോയോട് ചേർന്ന്, സഭയോട് ചേർന്ന് മുന്നേറാൻ സാധ്യമാകും. അല്ലെങ്കിൽ ആ യൂദാസിനെ കൊലക്കയറിലേക്ക് പതിച്ച, നശിപ്പിച്ച, ആത്മഹത്യയിലേക്ക് പതിപ്പിച്ച അതേ പിശാച് ഇന്നും എന്നെയും നമ്മളെല്ലാവരും ഇതുപോലെ അലട്ടും എന്നുള്ള വലിയ സത്യമാണ്. അതിന് പ്രാർത്ഥനയല്ലാതെ, ഈശോ പറയുന്നുണ്ട്, പ്രാർത്ഥനയും ഉപവാസവും കൊണ്ടൊന്നല്ലാതെ ഇവറ്റകളെ പുറത്താക്കാൻ സാധ്യമല്ല. നിരന്തരമായ ദൈവബന്ധം, കൂടെയുള്ള കുമ്പസാരം, ദൈവ ബലിയർപ്പണം, കുർബാന സ്വീകരണം, ഇത് നമ്മൾ സൂക്ഷിച്ച് ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ മാത്രമേ ഈ ദുഷ്ടനെതിരെ, സാത്താനെതിരെ, തിന്മയ്ക്കെതിരെ പടപെട്ട ആത്മീയ കരുത്ത് നമുക്ക് ലഭിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഞാനും നിങ്ങൾ വീണുപോകും, ആരും വീണുപോകും. അവൻ അതുപോലെ പ്രബലനായ ഒരു പിശാച് നമ്മളെ വീഴിക്കാൻ നോക്കി നടപ്പുണ്ട്. ഈശോ പറയുന്നുണ്ട്, ഇങ്ങനെ ആരെങ്കിലും വ്യക്തികൾ വീഴുന്നതിൻ്റെ പേരിൽ ഒരുപാട് പേര് അസ്വസ്ഥരാണ്. വചനപ്രഘോഷകർ അല്ലെങ്കിൽ ധ്യാനഗുരുക്കന്മാർ മറ്റ് പലരെയും വീഴ്ച കണ്ടുകൊണ്ട് പലരും പുറകോട്ട് പോരുക. നമ്മൾ എൻ്റെ അടുത്ത് അങ്ങനെ പരാതി പറയാറുണ്ട്, ഇതാ ഓരോ സംഭവങ്ങൾ പറഞ്ഞിട്ട് ഞങ്ങൾ എങ്ങനെ ഇനി പ്രാർത്ഥിക്കുന്നത്, ആ വ്യക്തി അങ്ങനെ ചെയ്തില്ലേ, ഈ വ്യക്തി ഇങ്ങനെ ചെയ്തില്ലേ. ഞാൻ അവരോട് ഓർക്കാനുള്ള കാര്യമാണ്, യേശു പ്രാർത്ഥിച്ച് തിരഞ്ഞെടുത്തിട്ട് 12 പോയി, യൂദാസ് പോയി. ഇപ്പോൾ ഇന്നത്തെ തിരഞ്ഞെടുപ്പിൽ 12 പോകണ്ട, പക്ഷേ 1000-ൽ 1 പോകുന്നുള്ളൂ. നമ്മൾ നോക്കേണ്ടത് യേശു സ്ഥാപിച്ച സഭയാണ്. യേശുവിനെ സഭയ്ക്ക് ഒരു കുറവ് ഒന്നുമില്ല. യൂദാസ് യേശുവിനെ ഒറ്റ കൊടുത്തു, ഉപ്പ് തിന്നാൽ വെള്ളം കുടിച്ചാകുമ്പോൾ തൂങ്ങിച്ചെത്തു. ഉപ്പ് തിന്നാൽ വെള്ളം കുടിക്കും, യേശുവോട് ചേർന്ന് നിന്നാൽ അവന് സ്വർഗ്ഗത്തിലെത്താൻ നിത്യരക്ഷ പ്രാപിക്കാം. ഇതാണ് എൻ്റെ അനുഭവം. ഞാൻ ഒരിക്കൽ ചിന്തിച്ചിട്ടുണ്ട്, എന്തുകൊണ്ട് ഈ യൂദാസിൻ്റെ കാര്യമൊക്കെ നെഗറ്റീവ് കാര്യം ബൈബിളിൽ എഴുതി. അപ്പോൾ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. പിന്നീട് എനിക്ക് മനസ്സിലായി, നീയും ബൈബിൾ പിടിച്ച് നടക്കുക, നീ ഒരു യൂദാസ് ആയാൽ ഇതുപോലെ തൂങ്ങിച്ചാകേണ്ടി വരും എന്നൊരു മുന്നറിയിപ്പാണ്. ഒരു യുവാവ് എൻ്റെ അടുത്ത് വന്ന് ഇതുപോലെ പ്രാർത്ഥിച്ച് സന്ദേശം എല്ലാം കൊടുത്തു. അയക്ക് വേണ്ടി അവസരം പ്രാർത്ഥിച്ച് വചനം എടുത്തപ്പോൾ കിട്ടിയ വചനമാണ് എന്നെ പറയാൻ പ്രേരിപ്പിക്കുന്നത്. അവിടെ വിശുദ്ധ മത്തായി 23:3 പറയുകയാണ്, നിങ്ങളെൻ്റെ ശിഷ്യന്മാരുടെ വചനം കേട്ടാൽ മതി, അവരുടെ പ്രവൃത്തി നോക്കേണ്ടതില്ല. യേശുവിനറിയാം അന്നും ഇന്നും ഇതുപോലത്തെ യൂദാസുമാരും സമൂഹത്തിലുണ്ടാകും, സഭയിലുണ്ടാകും. നമ്മളെ സഭയിൽ ജീവിക്കുന്ന നമ്മളെ യൂദാസിലേക്ക് നോക്കാനാണ് പിശാച് പ്രേരിപ്പിക്കുക. പക്ഷേ നമ്മൾ തിരിച്ച് യേശുവിലേക്ക് നോക്കുക, ആരും യൂദാസാകാതിരിക്കണം ശ്രദ്ധിക്കുക, യൂദാസിൻ്റെ സമൂഹത്തിൽ ഉണ്ടാകാതിരിക്കണം പ്രാർത്ഥിക്കുക. ഇതാണ് നമ്മുടെ ദൗത്യം എന്നാണ് എൻ്റെ ധാരണ. തീർച്ചയായിട്ടും നമുക്ക് തീർച്ചയായിട്ടും നമ്മളെ കേൾക്കുന്ന ആളുകൾക്ക് ഒരു പ്രചോദനമായി തീരട്ടെ, അല്ലേ? അനേകർ യേശുവിലേക്ക് നോക്കുവാനും. പലപ്പോഴും ചേട്ടൻ പറഞ്ഞത് ശരിയാണ്, പലരും പിശാചിൻ്റെ ആധിപത്യത്തിലേക്കാണ്, അതാണ് എല്ലാവരും ഹൈലൈറ്റ് ചെയ്യുന്നത്. പക്ഷേ കർത്താവിൻ്റെ സൗഖ്യത്തെക്കുറിച്ചും കർത്താവിൻ്റെ വിടുതലിനെക്കുറിച്ചും ഒക്കെയാണ് ശരിക്കും നമുക്ക്. പിന്നെ അതിലപ്പുറത്തൊരു വലിയൊരു ബോധ്യം കിട്ടിയിരിക്കുന്നത്, യേശുവിനെ ഒരു മതസ്ഥാപകനായിട്ടാണ് ഇന്ന് പലരും ചിത്രീകരിക്കുന്നത്, കാണുന്നത്. നമ്മൾ ബൈബിൾ ശരിക്കും പഠിച്ചാൽ ദൈവം തൻ്റെ മകനെ യേശുവിനെ ഈ ഭൂമിയിലേക്ക് അയച്ചത് മതം സ്ഥാപിക്കാനല്ല. ദൈവത്തിന് മതം സ്ഥാപിക്കാൻ പറ്റില്ല. ദൈവം ഈ ഭൂമിയിലേക്ക് വന്ന് ലോകത്തുള്ള സകല മനുഷ്യനെയും പാപത്തിൽ പരിഹാരം ചെയ്യാൻ. യേശു വരുമ്പോൾ ഒരു ക്രിസ്ത്യാനിയോ ഔസേപ്പച്ചനോ അറിയാമയോ പോപ്പൊന്നും ഇവിടെ ഇല്ല. ദൈവത്തിൻ്റെ മക്കളായ ഈ ഭൂമിയിൽ ജീവിക്കുന്ന സകലരുടെയും രക്ഷയ്ക്ക് വേണ്ടി യേശുവിനെ അയച്ചെങ്കിൽ അത് അറിഞ്ഞവരുടെ ഒരു കൂട്ടായ്മയാണ് സഭ, നിയമസഭ, ലോകസഭ, അറിഞ്ഞവരുടെ കൂട്ടായ്മ. പക്ഷേ യേശു മരിച്ചത് ഈ ലോകത്തുള്ള 650 കോടി ജനങ്ങൾക്കും വേണ്ടിയാണ്. ഈ സുവിശേഷം നമ്മൾ അവരെ അറിയിക്കുക എന്നുള്ളതാണ് നമ്മുടെ കടമ. ദൈവം അവർക്ക് തരുന്ന സൗജന്യ പാപക്ഷമ അവർക്ക് കൊടുത്ത് അവരെ വിശുദ്ധീകരിക്കുക, വിശുദ്ധരാക്കുക, സ്വർഗ്ഗത്തിന് അവകാശിയാക്കുക എന്നൊരു ദൗത്യം നമ്മൾ ഏറ്റെടുക്കാൻ വേണ്ടി കൂടെ തയ്യാറാകേണ്ടിയിരിക്കുന്നു. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ പ്രേക്ഷകരുടെ പ്രാർത്ഥന സഹായം, നമ്മളെല്ലാം വ്യത്യസ്തമായ ഒരു ശുശ്രൂഷയിൽ, നമ്മൾ രണ്ടുപേരും വ്യത്യസ്തമായ ഒരു ശുശ്രൂഷയിലാണ്. ഞാൻ മദ്യാസക്തരായ ആളുകളെ സൗഖ്യത്തിലേക്ക് നയിക്കുന്ന ഒരു ഡി അഡിക്ഷൻ സെൻറ്റർ എന്നുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. ചേട്ടൻ ലോകമെങ്ങും പോയി കർത്താവിൻ്റെ സൗഖ്യത്തെക്കുറിച്ച് സംസാരിക്കുന്നു. അപ്പോൾ നമുക്ക് മറ്റുള്ളവരുടെ പ്രാർത്ഥനാ സഹായം ഒത്തിരി വളരെ തീർച്ചയായിട്ടും ആവശ്യമാണ്. നമുക്കത് തീർച്ചയായിട്ടും നമ്മളെ കേൾക്കുന്ന പ്രേക്ഷകർ നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും എന്നുള്ള വലിയൊരു പ്രതീക്ഷയാണ് ഞങ്ങൾക്ക്. താങ്ക് യു.
ഔസേപ്പൻ ചേട്ടൻ്റെ ലഹരിക്കെതിരെയുള്ള ഈ പോരാട്ടത്തിൽ പ്രത്യേകിച്ച് മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ടവരെ കർത്താവിൻ്റെ സൗഖ്യത്തിലേക്ക് കൊണ്ടുവരുന്നതിനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വഴിയായിട്ട് അദ്ദേഹം ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും എൻ്റെ പേരിലും പ്രത്യാശാഭവൻ്റെ പേരിലും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. ദൈവം അദ്ദേഹത്തെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.